ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടെസ്കോ റെസിപ്പിയാണ്. യുകെയില് ടെസ്കോ ഷോപ്പിൽ തൽക്കാലം 5 പൗണ്ടിന് ഈ ഒരു ഓഫർ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ടെസ്കോ സിംഗപ്പൂർ സ്റ്റൈൽ നൂഡിൽസ് വിത്ത് ക്രിസ്പി ചിക്കൻ. നൂഡിൽസ് തന്നെയാണ്, പക്ഷേ ഇതൊരു പ്രത്യേക തരത്തിലാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഈ റെസിപ്പി തയ്യാറാക്കാനായി ആദ്യമായിട്ട് ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം ചിക്കൻ ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഞാൻ ഈ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അതിനായിട്ട് ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓലിവ് ഓയിലോ അതുപോലെ തന്നെ ബട്ടറോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വെന്ത് തുടങ്ങുമ്പോഴേക്കും ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അതിൽ കടന്ന് തന്നെ വെന്തോളും. ചിക്കനിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ചിക്കൻ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ അതും ഫ്രോസൺ ആണ് വാങ്ങിയിട്ടുള്ളത്. ബീൻ സ്പ്രൗട്ട് ആൻഡ് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ. ഇതിൽ കൂടുതലും ബീൻ സ്പ്രൗട്ട് ആണ് കാണാറ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ നൂഡിൽസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാന് ശേഷം അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞു വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെളുത്തുള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ പാക്കറ്റിലെ മുഴുവൻ വെജിറ്റബിൾസും ചേർക്കുന്നില്ല, പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് തന്നെ മതിയാവും ഈ ഒരു ക്വാണ്ടിറ്റി തയ്യാറാക്കാനായിട്ട്. ഇതിനകത്ത് സവാള അരിഞ്ഞത്, ബീൻ സ്പ്രൗട്ട്, പിന്നെ ക്യാരറ്റ്, ചീര, ഇതുപോലെയുള്ള എല്ലാ വെജിറ്റബിൾസും കാണും. വെജിറ്റബിൾ വഴന്നു കിട്ടാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഈ റെസിപ്പി ചിക്കൻ കൊണ്ട് തയ്യാറാക്കി കാണിച്ചെന്നേ ഉള്ളൂ. ഇതിന് പകരം നമുക്ക് ടോഫു ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഷ്രിംസ് ഉപയോഗിച്ച് ചെയ്യാം. ഷ്രിംസ് എന്ന് പറയുന്നത് നമ്മുടെ കൊഞ്ച്, അതിന് പകരം പോർക്ക്, ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്.
വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് ഒക്കെ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കാം. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാണിക്കുന്നത് ഒരു മുട്ടയിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ചെയ്താൽ മതിയാവും. മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മുട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് കളയരുത്. ഈ പാത്രത്തിൽ അങ്ങ് ഒട്ടിയിരിക്കും. അതിന് പകരം ചെറുതായിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം മാത്രം പതിയെ പതിയെ ഇളക്കി കൊടുത്താൽ മതിയാവും. മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാ വെജിറ്റബിൾസും ആയിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയ് സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോയ് സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. സോസിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കാറ്റ്സു കറി സോസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ സോസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ നൂഡിൽസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഫ്ലേവറും നല്ല മണവും ഒക്കെ ആയിരിക്കും. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഈ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഫീലായത് ആ സോസിൻ്റെ അളവ് പോരാ എന്നാണ്. പിന്നെ വീണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പെർഫെക്റ്റ് ആയിരുന്നു. സോസിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് വഴറ്റുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൽക്കാലം അത് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. സോസ് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നൂഡിൽസ് ചേർക്കാവൂ. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന നൂഡിൽസ്, സിംഗപ്പൂർ സ്റ്റൈൽ നൂഡിൽസ്. ഇത് നല്ല തിന്നായിട്ടുള്ള ഒരു നൂഡിലാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നൂഡിലെന്ന് പറയുന്നത് കുറച്ച് തിക്കാണ്. പക്ഷേ ഇത് നല്ല നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കനത്തിലൊക്കെ വരുന്ന നൂഡിലാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വഴറ്റി റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഈ നൂഡിൽസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഓൾറെഡി അവർ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് തന്നെയാണ്. അതുകൊണ്ട് വേറെ നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി 2 സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസും നൂഡിലും ഒക്കെ നന്നായിട്ട് മിക്സായി വരണം. വീട്ടിൽ നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ച് പരിമിതികളൊക്കെ കാണുമല്ലേ. നമ്മുടെ വീട്ടിൽ വലിയ പാത്രമൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ച് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ റെസിപ്പി നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പിന്നെ ഞാനിവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഈ ചിക്കൻ സാധാരണ കുക്ക് ചെയ്യുന്നത് പെപ്പറും സോൾട്ടൊക്കെ ഇട്ടിട്ടാണ് വേവിക്കാറ്. ഞാൻ നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ കഴിക്കാൻ കൊള്ളാവും. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സ്പൈസസ് ഒക്കെ ഉപയോഗിച്ച് അത് ആദ്യം ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ വെറും 5 പൗണ്ട് കൊണ്ട് ഒരു അടിപൊളി ഡിന്നർ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ടെസ്കോയിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഓഫർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.